അപ്പോൾ ഗൈസ് എൻ്റെ പോസ്റ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പ്ലാസ്റ്റിക് ഒന്നും പുറത്തെറിയാൻ പാടില്ല, നമ്മളുടെ നാടിനെ സൂക്ഷിക്കണം. ഹായ് ഗൈസ്, ബാക്ക് ടു ചാനൽ. ഇന്നില്ലേ ജൂൺ 5th ആണ്. നിങ്ങൾക്കറിയോ ജൂൺ 5th പ്രത്യേകത? ഇന്ന് വേൾഡ് എൻവയോൺമെന്റ് ആണ്. അപ്പോൾ ഞാൻ കണ്ടോ ബുൾബുൾസിന്റെ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. നമ്മളുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളുടെ നാടിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ ഈ പോസ്റ്റേഴ്സ് ഒക്കെ വരച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ നിങ്ങൾക്കും വേണ്ടി വരൂലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ഐഡിയ തരാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. പ്ലാസ്റ്റിക് നമ്മളുടെ നാടിനെ എത്രത്തോളം ചീത്തയാക്കുന്നോ അത്രത്തോളം നമ്മളുടെ ഭൂമി നശിക്കും. അപ്പോൾ ഇന്ന് വേൾഡ് എൻവയോൺമെന്റ് ഡേ അല്ലേ? പ്ലാസ്റ്റിക്കിനെ തുരത്തി ഓടിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് എൻ്റെ ഡ്രോയിങ്. ഞാൻ വരയ്ക്കാൻ പോകുന്ന കാണിച്ചതാ. കണ്ടോ, വേൾഡ് പ്ലാസ്റ്റിക്കിനെ ഇടിച്ച് ഓടിക്കുന്നതാണ് ഞാൻ ഇപ്പൊ വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് വരച്ച് തുടങ്ങിയാലോ? അപ്പൊ ഗൈസ്, ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ ലൈൻ വരയ്ക്കണം. നല്ല സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വരയ്ക്കണേ. നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വരച്ചോ. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പൊ സ്കെയില് കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പൊ ഗൈസ്, ആദ്യം നമുക്ക് എടുത്തിങ്ങനെ വരയ്ക്കാം. ഫസ്റ്റ് നമ്മളൊന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ വരയ്ക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ ഗൈസ്, ഞാൻ എടുത്തിനെ വരച്ചിട്ടുണ്ട്, ഞാൻ വട്ടം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കാല് വരയ്ക്കാം. ഫസ്റ്റ് ഇങ്ങനെ 2 വര വരയ്ക്കാം. എന്നിട്ട് ഈ കാല് മാത്രം ഇങ്ങനെ വരയ്ക്കുക. ഞാൻ ഇതിൻ്റെ 2 കാലും വരച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ണും മൂക്കും വായൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈ വരയ്ക്കാം. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. റൗണ്ട് ഞാൻ ലൈറ്റായിട്ട് കൊടുത്തിട്ടില്ലേ, നമുക്കിതൊന്ന് ഡാർക്ക് ആക്കാം. ഈ എർത്തിന്റെ വട്ടത്തിന്റെ അകത്ത് കുറച്ച് ഗ്രീന് കാണുന്നില്ലേ? അതാണ് നമ്മളുടെ ചെടികൾ. അപ്പൊ നമുക്ക് ചെടികളും കൂടെ വരയ്ക്കാം. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി വരയ്ക്കാം. ഇന്ത്യൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എഴുതാം. അപ്പൊ ഗൈസ്, നമുക്ക് ഈ കണ്ണും വായും പൂരികവും ഒന്ന് ഡാർക്കാക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കളർ എഴുതാൻ മാത്രം മതി. ഇവിടെ കുറച്ച് സ്ഥലം വന്നിട്ട് ഞാൻ വിചാരിച്ചു ഡോണ്ട് ത്രോ പ്ലാസ്റ്റിക്സ് എന്ന് എഴുതാം. നമുക്കിനി പെയിന്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഗ്രീൻ എടുക്കാം. ഗ്രീൻ എടുത്തിട്ട് ഇതാ പ്ലാന്റ്സിന്റെ മുകളിലെ എർത്തിന്റെ മുകളിലുള്ള ഈ പ്ലാന്റ്സിനൊക്കെ കളർ ചെയ്യാം. അപ്പൊ ഞാൻ ഗ്രീനെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എർത്തിന്റെ ബ്ലൂ കൊടുക്കാം. ബ്ലൂ എന്ന് പറയുന്നത് നമ്മളുടെ കടലും ഓഷ്യൻസ് ഒക്കെ ആണ് കേട്ടോ. അപ്പൊ ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റെഡ് കളറ് പ്ലാസ്റ്റിക്കിനും പിന്നെ ഗ്ലൗസിനും കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പി ഓറഞ്ച് ആക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഗ്ലൗസ് റെഡ് അല്ലേ? അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പിയും കൂടെ റെഡ് ആയാലേ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഓറഞ്ച് കൊടുക്കാം. അപ്പൊ അടുത്തത് നമുക്ക് കുപ്പിന്റെ മൂടിന്റെ കളറ് ഗ്രീനാണ്. അപ്പൊ നമുക്ക് ആ ഗ്രീനും കൂടെ വരയ്ക്കാം. നമ്മളൊരു കാര്യം നോക്കൂ, ഇവിടെ പഞ്ച് ചെയ്യുമ്പോഴുള്ള എഫക്റ്റ് നമ്മൾ വരയ്ക്കാൻ മറന്നു. ഇനി നമുക്ക് ചെരുപ്പ വരയ്ക്കുന്നത് നമ്മൾ മറന്നു, അതും കൂടി നമുക്ക് വരയ്ക്കാം. അപ്പൊ എൻ്റെ പോസ്റ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പ്ലാസ്റ്റിക് ഒന്നും പുറത്തെറിയാൻ പാടില്ല, നമ്മളുടെ നാടിനെ സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ ഇനി സ്കൂളിൽ പോയിട്ട് അടുത്ത വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.
ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.